ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിക്കപ്പെടുന്ന അമിത്ഷായുടെ കൃത്യമായ ആസൂത്രണമാണ് പശ്ചിമ ബംഗാളിലെ ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ. മമതാ ബാനർജിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കൊൽക്കത്തയിൽ തമ്പടിച്ച് അദ്ദേഹം നേരിട്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കേന്ദ്രസേനയെ കൃത്യമായി വിന്യസിച്ചതും താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയതും ഈ വിജയത്തിൽ അടിത്തറയായി മാറി. വിത്തുപാകി വളർത്തി പരിപാലിച്ച BJP ഒടുവിൽ ബംഗാൾ മണ്ണിൽ താമര വിരിച്ചിരിക്കുകയാണ്. 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബംഗാൾ ജനത മാറ്റത്തിന് വോട്ട് ചെയ്തിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായ മണ്ണിൽ മമതാ ബാനർജിക്ക് അടിതെറ്റുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സ്വന്തം തട്ടകമായ ഭവാനിപ്പൂരിൽ പോലും BJPയുടെ സുവേന്ദു അധികാരിയോട് 15,000-ൽ പരം വോട്ടുകൾക്കാണ് മമത പരാജയപ്പെട്ടത്. 81 സീറ്റുകളിൽ മാത്രമാണ് തൃണമൂൽ ഭരണത്തെ ഒതുക്കാൻ BJPക്ക് സാധിച്ചത്. 200-ലധികം സീറ്റുകൾ എന്ന സ്വപ്ന സംഖ്യ മറികടന്നുകൊണ്ടാണ് BJP ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുന്നത്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഓരോ മണ്ഡലത്തിലും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണ ശൈലിയും BJP നടപ്പിലാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ ഡസൻ കണക്കിന് റാലികൾ ജനമനസ്സുകളെ സ്വാധീനിച്ചു. കോൺഗ്രസ് CPM സഖ്യം പൂർണ്ണമായും തകർന്നടിഞ്ഞപ്പോൾ BJP ബംഗാളിലെ ഏക ബദലായി സ്വയം അടയാളപ്പെടുത്തി. ഈ വിജയം കേവലം ഒരു ഭരണമാറ്റമല്ല, മറിച്ച് പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. വികസനത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു സർക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് ബംഗാൾ ജനത. അക്രമരഹിതമായ രാഷ്ട്രീയം എന്ന BJPയുടെ മുദ്രാവാക്യത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണിത്. വരും ദിവസങ്ങളിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ കരുത്ത് ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.